ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയും അതിന്റെ ഡോം മാനിപ്പുലേഷൻസിനെ പറ്റിയൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഡോം മാനിപ്പുലേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഡോം മാനിപ്പുലേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി അതുപോലെ തന്നെ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം എന്നിങ്ങനെ രണ്ട് മെത്തേഡ്സ് നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മറ്റൊരു മെത്തേഡ് ആയിട്ടുള്ള ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം എന്ന മാനിപ്പുലേഷൻ നോക്കാം. സോ നമുക്ക് കോഡിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു h1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഹലോ വേൾഡ് എന്നൊരു കണ്ടന്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അതിലേക്ക് ലേൺ പ്രോഗ്രാമിംഗ് എന്നൊരു കണ്ടന്റ് കൊടുക്കുന്നു. അടുത്തായിട്ട് വീണ്ടും ഒരു h1 ടാഗും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെൽക്കം പ്രോഗ്രാമിംഗ് വേൾഡ് എന്ന് കൊടുക്കാം. ഞാൻ വെറുതെ കുറച്ച് കണ്ടന്റുകൾ കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്കിപ്പോ രണ്ട് h1 ടാഗുകളുണ്ട്, ഒരു പി ടാഗ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ടാഗ് നെയിം വെച്ചിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് കൺസോളിൽ പോകാം. ഇതിനെ ഒന്ന് റൺ ചെയ്തിട്ട് കൺസോളിൽ നോക്കാം. ഇൻസ്പെക്ട് ചെയ്യുന്നു. കൺസോളിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്കിതിൽ നോക്കാം. ഞാനൊരു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം എന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് h1 ടാഗിനെ ആക്സസ് ചെയ്യാം. h1 ടാഗിനെ ആക്സസ് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് കളക്ഷൻസ് രണ്ട് h1 ടാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പൊസിഷനും കൂടി പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് h1 വെൽക്കം പ്രോഗ്രാമിംഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു h1 ടാഗ് ഉണ്ട്. അപ്പൊ ഞാൻ സെക്കൻഡ് h1 ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ഇന്നർ HTML ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇന്നർ HTML ഈക്വൽസ് ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുന്നു. ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. നമുക്കിവിടെ കണ്ടന്റ് മാറി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ h1 ടാഗിന്റെ കണ്ടന്റ് മാറി ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള കണ്ടന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഇതിന്റെ സ്റ്റൈല് മാറ്റാനായിട്ട് നോക്കാം. ഫസ്റ്റ് h1 ടാഗിന്റെ സ്റ്റൈലിനൊന്ന് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് h1 ടാഗിന്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. എല്ലാവർക്കും അറിയാം, 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. 0 ആണ്. ഇന്നർ HTML അല്ല, നമുക്ക് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. CSS പ്രോപ്പർട്ടി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനായിട്ട് സ്റ്റൈൽ ഡോട്ട് കളർ ചേഞ്ച് ചെയ്ത് നോക്കാം. ഈക്വൽസ് റെഡ് കൊടുത്തു. നമുക്ക് എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ഡോട്ടിന്റെ പ്രശ്നമാണ്. ഈ ഡോട്ടിന്റെ ആവശ്യമില്ലായിരുന്നു നമുക്ക്. റെഡ് ആയിട്ടുണ്ട്. നമ്മുടെ വാല്യൂ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് h1 ടാഗിന്റെ സ്റ്റൈല് ചേഞ്ച് ആയി റെഡ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഐഡിയും ക്ലാസ് നെയിമും ഉപയോഗിച്ച്
HTML എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ ടാഗ് നെയിം ഉപയോഗിച്ചും HTML എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് മറ്റൊരു ഡോം മാനിപ്പുലേഷൻ മെത്തേഡ്. അപ്പോ നമുക്ക് ഇനിയും മറ്റൊരു മെത്തേഡ്, അതായത് നമ്മൾ ഗെറ്റ് എലമെന്റ് വെച്ചിട്ടായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കിനി മറ്റൊരു മെത്തേഡ് നോക്കാം. അതിനായിട്ട് ഞാൻ കൺസോൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്തു. ഇതിനൊക്കെ ഒരു ഐഡിയും ക്ലാസ് നെയിം ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് നെയിം ഹെഡ് 1 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനും ക്ലാസ് നെയിം ഹെഡ് 1 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനും ഐഡിയും ക്ലാസ് നെയിമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മെത്തേഡായിട്ടുള്ള ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പം ഇതിൽ നമ്മൾ ഐഡിയോ എന്നോ ടാഗ് നെയിം എന്നോ ക്ലാസ് നെയിം എന്നോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം നമുക്ക് എന്താണോ നമ്മൾ എന്ത് വെച്ചിട്ടാണോ ആക്സസ് ചെയ്യാൻ പോണത് അത് ഡയറക്റ്റ് അതിന്റെ ഒരു സെലക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഐഡി ആയതുകൊണ്ട് തന്നെ അതിന്റെ സെലക്ടർ ആയിട്ടുള്ള ഹാഷ് ഉപയോഗിച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ ആദ്യത്തെ H1ന്റെ ഐഡി എന്ന് പറയുന്നത് ഹെഡ് 1 ആയിരുന്നു. ഹെഡ് 1 കൊടുത്തപ്പോൾ തന്നെ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇന്നർ HTML ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഡോട്ട് ഇന്നർ HTML ഈക്വൽസ് ഇപ്പോൾ ഹലോ വേൾഡ് എന്നാണ്. നമുക്ക് അതിനെ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്നാക്കാം. നമ്മുടെ ഫസ്റ്റ് H1 ടാഗിന്റെ അല്ലെങ്കിൽ ആ H1 ഐഡി ഹെഡ് 1 ആയിട്ടുള്ള ആ ഒരു H1 എലമെന്റിന്റെ ഇന്നർ HTML ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ക്ലാസിന്റെ ആയാലും ടാഗിന്റെ ആയാലും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിനി എങ്ങനെ ഒരു ടാഗ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്യുന്നു. അടുത്തുള്ള ചേഞ്ച് വരുത്തിയാൽ മതിയല്ലോ. നമുക്ക് ഐഡി മാറ്റിയിട്ട് നമുക്ക് ടാഗ് കൊടുക്കാം, H1 കൊടുക്കാം. ഇപ്പോഴും ലേൺ ജാവാസ്ക്രിപ്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കണ്ടന്റ് ഒന്ന് മാറ്റി കൊടുക്കാം. വെൽക്കം ഓൾ എന്ന് കൊടുത്തു. H1 ടാഗിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏതിന് മാറുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ H1 ടാഗിന് മാറിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് രണ്ട് H1 ടാഗ്സ് ഉണ്ട്, H1 എലമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ നമുക്ക് ആദ്യത്തെ H1ന്റെ ഇന്നർ HTML ആണ് ചേഞ്ച് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇതെങ്ങനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ളത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ക്ലാസ് നെയിം വെച്ചിട്ടുള്ള ചേഞ്ച് കൂടി നോക്കാം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ കൊറി സെലക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് നെയിം ആയതുകൊണ്ട് നമുക്ക് അതിന്റെ സെലക്ടർ കൂടി പറഞ്ഞു കൊടുക്കാം. ഡോട്ട് ഇന്നർ HTML കൊടുക്കാം. ഡോട്ട് കൊറി സെലക്ടർ
dot head1 folder head1 inner HTML equals ക്ലാസ് നെയിം ആണ് നമ്മുടെ ലേൺ പ്രോഗ്രാമിംഗ് എന്നാണ് നമ്മുടെ ക്ലാസ് നെയിം. നമുക്ക് രണ്ട് സെയിം ക്ലാസ് നെയിമിലുള്ള രണ്ട് ഇത് വരുന്നുണ്ട്. അപ്പൊ അതിലും ഇതേപോലെ ഏതിന്റെയാണ് നമുക്ക് ചേഞ്ച് ആവുന്നതെന്ന് നോക്കാം. അതിൽ നമുക്ക് ലേൺ വിത്ത് ഹെക്സെന്റ് എന്ന് കൊടുക്കാം. ആദ്യത്തെ ഏതാണോ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റൈല് ക്ലാസ് നെയിം ഉള്ള എലമെന്റ് അതിന്റെ കണ്ടന്റ് ആണ് നമുക്ക് ചേഞ്ച് ആയി വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി എങ്ങനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ളത് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഡോക്യുമെന്റ് ഡോട്ട് സെലക്ടർ ഓൾ സെലക്ടർ ഓൾ ആണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ ഇപ്പൊ നമുക്ക് ടാഗ് നെയിം ആണ് രണ്ടെണ്ണം ഉള്ളത്. അപ്പൊ നമുക്ക് h1 ടാഗ് നെയിമിന്റെ മാറ്റണം. ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആ നോഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. രണ്ട് h1 head1 ഐഡിയിലും head1 ക്ലാസ്സിലുമുള്ള രണ്ട് ഇതിന്റെ ഇത് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ പൊസിഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആദ്യത്തെ ഇതിന്റെ പൊസിഷൻ ഇതാക്കി കൊടുക്കാം. ആദ്യത്തെ പൊസിഷനിലുള്ളതിന്റെ ആകുമ്പോൾ നമുക്ക് 0 ആണ് ഇൻഡെക്സ് പൊസിഷൻ വരുന്നത്. അവിടെ സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഡോട്ട് സ്റ്റൈൽ എന്ന് മാറ്റി കൊടുക്കാം. സ്റ്റൈൽ ഡോട്ട് കളർ ഈക്വൽസ് ഗ്രീൻ എന്ന് കൊടുക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു പൊസിഷൻ പർട്ടിക്കുലർ പൊസിഷനിലുള്ളതിന്റെ സ്റ്റൈല് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്കിനി നമ്മുടെ ക്ലാസ് നെയിം രണ്ട് ക്ലാസ് നെയിം വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കളർ ആദ്യം ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് പൊസിഷൻ നമ്മുടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് സെലക്ടർ ഉപയോഗിച്ച് നമ്മൾ head1 എന്നാണ് അത് കൊടുത്തു. അപ്പൊ ആദ്യത്തെ head1ലുള്ളത് പൊസിഷൻ അത് തന്നെ നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കളർ വീണ്ടും ചേഞ്ച് ചെയ്യാൻ കൊടുത്തേക്കുന്നു. ബ്ലൂ ആണ്. നമ്മുടെ ആദ്യത്തെ head1ൽ ലേൺ വിത്ത് ഹെക്സെന്റ് എന്നായിരുന്നു ആദ്യത്തെ head1 ക്ലാസിന്റെ പൊസിഷനിൽ ഉണ്ടായിരുന്ന കണ്ടന്റ്. അതിന്റെ സ്റ്റൈലില് കളർ മാറി ബ്ലൂ ആയിട്ടുണ്ട്. അപ്പം ഇത്തരത്തില് നമുക്ക് ഡോം എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് ഡോം മാനിപ്പുലേഷൻ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി, ക്ലാസ് നെയിം ആൻഡ് ടാഗ് നെയിം. അതേപോലെ തന്നെ കൊറി സെലക്ടർ ആൻഡ് കൊറി സെലക്ടർ ഓൾ വെച്ചിട്ടും നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനും അത് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അത് വളരെ ജാവാസ്ക്രിപ്റ്റിന്റെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.